ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് കടക്കാം. ഞാനൊരു മണ്ണ് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മത്തൻ, 1 ഉരുളക്കിഴങ്ങ്, പിന്നെ 2 ക്യാരറ്റ്, 1 സവാള, പിന്നെ 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും. ഇത് വേവിക്കാൻ വെച്ചു. അപ്പത്തിന് ഞാൻ സാമ്പാർക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകും, പിന്നെ പട്ട, 1 ടീസ്പൂണ് കടലപ്പരിപ്പ്, 3 കാശ്മീർ ചില്ലി, 3 അരി വെളുത്തുള്ളി, ഇതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേണ്ട കരിവേപ്പിൻ്റെ ഇല, കാൽ ടീസ്പൂൺ കായപ്പൊടി. നന്നായിട്ടൊന്ന് വറുത്തെടുത്തു തണുക്കാൻ വേണ്ടി വെച്ചു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വെന്ത് വരുമ്പത്തിന് തക്കാളിയും മുരിങ്ങക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് വെതിരി കൊടുക്കണം. മല്ലിച്ചപ്പ് വെതിരി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെക്കണം. 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ശേഷമാണ് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ നന്നായി കറി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മസാല റെഡിയാക്കിയിട്ട് വീട്ടിൽ വെച്ച മസാല തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുള്ള സാമ്പാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.